ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരറ്റ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു കപ്പാൽ റീഡിംഗ് ആണ് ചെയ്തത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം നിങ്ങൾക്ക് മികച്ചതാക്കുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് 1 എന്നുള്ള ഡെക്ക്, ഇത് ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3. നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഡെക്കുകൾ നോക്കി അല്ലെങ്കിൽ ഈ കാർഡുകൾ നോക്കി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ തംബ്നെയിലിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ നോക്കി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാം. ഇൻറ്റ്യൂട്ടീവ്ലി വേണം തിരഞ്ഞെടുക്കുന്നതിനായിട്ട്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന സന്ദേശങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ തമിഴിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ ഏപ്രിൽ മാസം മികച്ചതാക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് സന്തോഷം തരുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, നിങ്ങളെപ്പോൾ ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു സമയം എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്, ആ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കൂടുതലായിരിക്കാനായിട്ട് ശ്രമിക്കുക. സെൽഫ് കെയർ ആക്ടിവിറ്റീസൊക്കെ മുടങ്ങാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു അടക്കും ചിട്ടയും കൊണ്ടുവരണം. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട്. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടായിരിക്കണം, അതും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു. പിന്നെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. ഓക്കെ, കാര്യങ്ങളെല്ലാം അതിൻ്റെ ശരിയായ സമയത്ത് നടക്കും എന്നൊരു ബോധ്യത്തോടു കൂടെ, ആ ഒരു ക്ഷമയോടെ, ഒരു മെച്ചുവേർഡായിട്ട് കാര്യങ്ങളെ കണ്ട് അനാവശ്യമായിട്ട് പിടിവാശികളോ അനാവശ്യമായിട്ടുള്ള ഭയമോ അല്ലെങ്കിൽ പേടിയോ ടെൻഷനോ ഒന്നും എൻകറേജ് ചെയ്യാതെ അങ്ങനത്തെ ചിന്തകളെ, അങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടാക്കുന്ന ചിന്തകളെയോ സാഹചര്യങ്ങളെയോ വ്യക്തികളെയോ ഒന്നും പ്രോത്സാഹിപ്പിക്കാതെ നിങ്ങളുടെ ഒരു മനസ്സമാധാനം, നിങ്ങൾക്ക് ആ ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള പറ്റുന്ന സാഹചര്യങ്ങളെ മാത്രം ജീവിതത്തിൽ അതിലേക്ക് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിന് കൂടുതൽ പ്രാധാന്യം നൽകുക. ഓക്കെ, യാത്രകൾ ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് പറയുന്നു. യാത്രകൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ എനർജിയിൽ ഒരുപാട് മാറ്റം വരുത്തുന്നതിന് നിങ്ങളെ സഹായിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ഒരു വ്യക്തത, മുന്നോട്ട് എങ്ങനെ പോകണം എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ലഭിക്കുന്നതിനും ഈ യാത്രകൾ നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആത്മവിശ്വാസത്തോടെ ആയിരിക്കാൻ പറയുന്നു. ഓക്കെ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള വ്യക്തികൾ, സാഹചര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് അറിയില്ല, ബന്ധങ്ങൾ, അതിലെന്നെ ഇപ്പോഴും തുടർന്ന് പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്നെല്ലാം എന്താ പറയുക, എന്നേക്കുമായിട്ട് മുന്നോട്ട് പോകുക. അതിനെയൊക്കെ അവസാനിപ്പിച്ച്, ആ ഒരു അധ്യായങ്ങളെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുക. ഓക്കെ, പുതിയതായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എനർജീസ്, പുതിയ അധ്യായങ്ങൾ, പുതിയ വ്യക്തികൾ, പുതിയ ബന്ധങ്ങൾ, അതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുക. മനസ്സുകൊണ്ട് നിങ്ങൾ അതിന് കംപ്ലീറ്റ്ലി തയ്യാറായിരിക്കണം. പിന്നെ എപ്പോഴും ഒരു ഭയം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ജീവിതത്തിൽ ഇനിയും പ്രശ്നം ഉണ്ടാവോ, അങ്ങനത്തെ ഒരു ഭയം എപ്പോഴുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ടെൻഡൻസി കൺട്രോൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്ത് വന്നതുകൊണ്ടാണ് ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ജീവിതം സുഖകരമാകില്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളത്. പക്ഷെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല ഒരാളുടെ ജീവിതം, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത്രയും നാൾ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥമായ ഒരു സമയം ഉണ്ടാകും. അത് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ അതിനെ കാണാനായിട്ട് സാധിക്കുക. അല്ലാത്തടത്തോളം നിങ്ങളെപ്പോഴും ഈ ഒരു പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക, സബ് കോൺഷ്യസ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ എന്റെ ജീവിതത്തിൽ ഇനി പ്രശ്നങ്ങളില്ല, സ്വസ്ഥമായ ഒരു സമയമാണ് എന്റെ ജീവിതത്തിൽ ഇനി ഉള്ളത് എന്ന് നിങ്ങൾ അഫേം ചെയ്ത് അതിനെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ ഭാഷ പഠിക്കുക, പുതിയ കോഴ്സ് പഠിക്കുക, എന്തെങ്കിലും പഠനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വളരെയധികം ഡെഡിക്കേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാതെ അതിൽ അത്രയും സമയം ഫോക്കസ് ചെയ്ത് നന്നായി പഠിച്ച് കഠിനാധ്വാനം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ആ ചെയ്യുന്ന കാര്യങ്ങളെ കൂടുതൽ മികച്ചതാക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിശീലനം നേടേണ്ട ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായി പഠിക്കേണ്ടതുണ്ടെങ്കിൽ, എന്തെങ്കിലും വായിച്ച അറിവ് നേടേണ്ടതുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങളെ ഇനീഷ്യേറ്റ് എടുത്ത് അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. ഓക്കെ, നിങ്ങളുടെ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ടാണ് ഈ ഒരു മാസത്തിൽ ഇരിക്കാനായിട്ട് പറയുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ
കാര്യങ്ങളെ വളരെ മെച്ചുവറായിട്ട്, ഏതൊരു സാഹചര്യത്തിനെയും വളരെ മെച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ ഒരു ക്ഷമ ഉണ്ടായിരിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോൾ വരും എന്നുള്ളത് നിങ്ങൾ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അതിന് കൃത്യസമയത്ത് ആ ഒരു കാര്യം നടന്നിരിക്കും. ഓക്കെ, നിങ്ങൾ അത് ആ ഒരു വിശ്വാസം ഉണ്ടാവേണ്ടത്, അതിന്റെ പെർഫെക്റ്റ് ടൈമിൽ ആ ഒരു സംഭവം നടന്നിരിക്കും, ഞാൻ എൻ്റെ ഭാഗം ചെയ്തു കഴിഞ്ഞു എന്ന്. ഓക്കെ, റിലാക്സ് ചെയ്യുക, അതന്നെയാണ് നേരത്തെ പറഞ്ഞത് നിങ്ങളോട്, റിലാക്സ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഭാഗം ചെയ്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. പരമാവധി ലൈഫ് ഒന്ന് റിലാക്സ് ചെയ്ത് മുന്നോട്ട് പോകുക. അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹോളിഡേ, ഒരു ബ്രേക്കൊക്കെ കിട്ടുകയാണ്, ഒന്ന് റിലാക്സ് ചെയ്യുന്നതിനും ഒക്കെ ലൈഫ് കുറച്ചും കൂടെ ഒന്നൊരു പീസ്ഫുൾ ആക്കുന്നതിന്, ആ ഒരു സെറീനിറ്റി അനുഭവിക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അത് പാഴാക്കാനായിട്ട് പാടില്ല. എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും അതിനെക്കുറിച്ച് നല്ലവണ്ണം ചിന്തിച്ച് സമയമെടുത്ത് സ്വസ്ഥമായ മനസ്സോടുകൂടി തീരുമാനങ്ങൾ എടുക്കാൻ പറയുന്നു. പിന്നെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം വരുമ്പോൾ നിങ്ങൾക്ക് എന്താണോ പ്രാധാന്യം, നിങ്ങളുടെ പ്രയോറിറ്റീസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന കാര്യങ്ങളെയും നിങ്ങളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങളെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഓരോ ടാസ്കുകൾ ഉണ്ടാവും. ആ ടാസ്കുകളെയാണ് അതനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് അതിനെയും ഒന്ന് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് ആദ്യം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളിൽ ആദ്യം നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. അത് ചെയ്തതിന് ശേഷം അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോകുക. ഒരുപാട് കാര്യം കൂടി ഒരേ സമയം ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അത് വളരെയധികം ഒരു ഇംബാലൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുകയും ഒരു കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ഇടവരാതിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ടൈം മാനേജ്മെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങളോട് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ അതേസമയം പറഞ്ഞ പോലെ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ചിന്തിച്ച് ആലോചിച്ച് സമയമെടുത്ത് സ്വസ്ഥമായ മനസ്സോട് കൂടെ വേണം തീരുമാനം എടുക്കുന്നതിനായിട്ട്. ഒരിക്കലും ധൃതി വെച്ചോ മറ്റുള്ളവർ പറയുന്നത് കേട്ടോ ടെൻഷന്റെ മൂർധന്യത്തിൽ ഇരിക്കുമ്പോഴൊന്നും തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. പിന്നെ പുതിയ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾ, ഓക്കെ, പിരിപ്പുള്ള ബന്ധങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും ഒക്കെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ, ആ പരിഗണനയൊക്കെ അനുഭവിക്കുമ്പോൾ അത് നിങ്ങൾ എന്താ പറയുക, ഒരു സംശയത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കാതിരിക്കാൻ പറയുന്നു. ഓക്കെ, ഇത് എന്തിനാ ഇത്ര സ്നേഹം കാണിക്കണേ, അങ്ങനെ ഒരു സംശയത്തിന്റെ ദൃഷ്ടിയിൽ നോക്കാതിരിക്കാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തി കാലങ്ങളായിട്ട് നിങ്ങളോട് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നിങ്ങളോട് നല്ലൊരു ഇന്റൻഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അങ്ങനത്തെ ആ ഒരു ഇവരെന്നെ സ്നേഹിക്കുന്നത് എന്നെ വേദനിപ്പിക്കാനാണോ എന്നൊരു ചിന്ത ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഒരാളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു എന്താ പറയാ ആ വ്യക്തിയിൽ നിന്നൊരു അകലം പാലിക്കാനൊരു ടെൻഡൻസി തോന്നുന്നത്. അവരെന്നെ വേദനിപ്പിക്കും എന്നൊരു ഭയം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഭയത്തിനെ നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഓക്കെ, എല്ലാവരും നിങ്ങളെ വേദനിപ്പിക്കുന്നവരല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ, നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികൾ, അവർക്ക് നിങ്ങളോട് എന്നും നല്ലൊരു ഇന്റൻഷൻ തന്നെയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അവരെ എപ്പോഴും ചേർത്ത് നിർത്തുക, അല്ലാത്തവരെ അകറ്റി നിർത്തുക. പിന്നെ പുതിയ ബന്ധങ്ങൾ, പുതിയ സൗഹൃദങ്ങൾ, ചിലപ്പോൾ ഇപ്പോൾ കുടുംബത്തിൽ തന്നെ ചില ആളുകളായിട്ട് കൂടുതൽ അടുക്കാൻ ഒരു അവസരം അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പുതിയ ആളുകളായി പരിചയപ്പെടുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു പുതിയ പ്രണയബന്ധത്തിന് തന്നെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ തയ്യാറായിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ ഏറ്റവും പോസിറ്റീവായിട്ട് പറയാൻ പറ്റുമെങ്കിൽ അത്രയും പോസിറ്റീവായിട്ട് പറയുക, അത്രയും പോസിറ്റീവായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്യുക, അത്രയും പോസിറ്റീവായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുക, അങ്ങനെയാണ് നടക്കുക എന്നുള്ളത്. ഓക്കെ, അത് ഒരു തരത്തിലുള്ള ഡെല്യൂഷൻ എന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെ ഇമാജിൻ ചെയ്ത് വേണം നമ്മൾ ആ ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിൽ ആയിരിക്കാനായിട്ട്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ അത് ഏറ്റവും നല്ല രീതിയിൽ നടക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിനായി നിങ്ങൾ കാത്തിരിക്കണമെങ്കിൽ അത് ഇങ്ങനെ നടക്കുക, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ബെസ്റ്റ് കേസ് സിനാരിയോ എങ്ങനെയാണ്, അതെങ്ങനെ സംഭവിക്കാനാണ് സാധ്യത, അതാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും പറയേണ്ടതും. ഓക്കെ, അതന്നെയാണ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നടക്കുക, ആ കാര്യം ഇങ്ങനെയാണ് നടക്കുക, അത് അങ്ങനെ എഫേം ചെയ്ത് അപ്പൊ ഉള്ളിൽ എപ്പോഴും ഭാവിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, ഒരു പ്രതീക്ഷയാണ് ഉണ്ടാവുക. ഒരു കാത്തിരിപ്പും അല്ലെങ്കിൽ ഒരു ആശങ്കയേക്കാൾ ഉപരി അതിന് മുകളിലായിട്ട് ഒരു പ്രതീക്ഷ ഉണ്ടാവും, ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിന് എല്ലാത്തിനും ഉപരി നിങ്ങൾ ആ ഒരു കാര്യവുമായിട്ട് എനർജറ്റിക്കലി അലൈൻഡ് ആകും. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരുന്നതിന് അത് കാരണമാകും എന്ന് കാണുന്നു. പിന്നെ രഹസ്യമായി വെക്കേണ്ട കാര്യങ്ങൾ രഹസ്യമായിട്ട് വെക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, അതെല്ലാം എല്ലാവരോടും പറയണം എന്നില്ല. ആരോടൊക്കെ പറയുമ്പോൾ ആരൊക്കെയാണ് നിങ്ങളുടെ എന്താ പറയാ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചില ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണം എന്ന് അറിയാൻ ഒരു ആകാംക്ഷ മാത്രമാണ്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കണം, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടോ, വിഷമങ്ങളുണ്ടോ, അതൊക്കെ ഒന്ന് അറിയാൻ ഒരു ആകാംക്ഷ മാത്രമാണ്. അല്ലാതെ അവർക്ക്
സിൻസിയർലി അവരവിടെ നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയോ കെയർ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ കൂടുതൽ ഒരു എന്താ പറയുക, നിങ്ങളൊരു ചർച്ചാ വിഷയമാകുന്നതിന് അവരും അവരുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിലൊരു വിഷയമാകുന്നതിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ അത് വിഷമമുള്ളതാണെങ്കിലും നല്ലതാണെങ്കിലും നിങ്ങൾ അത് നിങ്ങളിൽ തന്നെ വെക്കുക. ആരോടൊക്കെ അത് ഷെയർ ചെയ്യണം എന്നൊക്കെ നല്ലവണ്ണം ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. രഹസ്യമാക്കി വെക്കണതിനെ രഹസ്യമാക്കി വെക്കുക. ഓക്കെ, പ്രത്യേകിച്ച് നല്ല നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ, നിങ്ങളെ സംബന്ധിച്ച് നല്ല വാർത്തകൾ, നിങ്ങൾക്ക് വളരെ ഒരു നേട്ടം ഉണ്ടാകുന്ന ഒരു കാര്യമൊക്കെ അറിയുമ്പോൾ അത് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങളിൽ തന്നെ വെക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ പരിചയമുള്ള ആളുകൾ, പ്രത്യേകിച്ച് കോണ്ടാക്ട് മുൻപ് ഉണ്ടായിരുന്ന പക്ഷെ ഇപ്പോൾ കോണ്ടാക്ട് ഇല്ലാത്ത ചില ആളുകൾ നിങ്ങളെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ഒരു മസ്കുലിൻ എനർജിയാണ് കിട്ടുന്നത്. ഒരു ലിബ്ര, ജെമിനി, അക്വേറിയസ്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നു. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം വാഗ്ദാനം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷനിലൂടെ അവർ നിങ്ങളിലേക്ക് ഒരു സഹായമോ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസോ എത്തിക്കുന്നുണ്ട്. അതിനെ നിങ്ങൾ സ്വീകരിക്കണം. ഓക്കെ, ആ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അത് സ്വീകരിക്കണം എന്ന് പറയുന്നു. പിന്നെ നിങ്ങളായി തന്നെ ഇരിക്കുക, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളായിരിക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു ജീവിതത്തിനോടും നിങ്ങളുടെ ജീവിതത്തിനോടും നിങ്ങളോടും നിങ്ങൾക്ക് നീതി പുലർത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഈ ഒരു ഏപ്രിൽ മാസം ഏറ്റവും മികച്ചതാകുന്നതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഈ ഗൈഡൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുക. 2 ദിവസം ചെയ്ത് നിർത്തല്ല വേണ്ടത്, കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു മാസം വളരെ നല്ല അനുഭവങ്ങൾ നിറഞ്ഞ ഒരു ഏപ്രിൽ മാസം തന്നെയായിരിക്കും. നിങ്ങൾക്കെല്ലാം നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും ഗൈഡൻസും നൽകിയെന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിന് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ ഏപ്രിൽ മാസം അവർക്ക് ഏറ്റവും മികച്ചതാക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യമേ തന്നെ നിങ്ങളോട് പറയുന്നത് സമാധാനമായിട്ടിരിക്കുക. പ്രത്യേകിച്ച് മനസ്സിന് സമാധാനം കൊടുക്കുക. ഈ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ഉള്ള സ്വസ്ഥത ഇല്ലാതാക്കുന്ന ആ ഒരു പ്രവണത നിർത്തണം. അത് നിങ്ങൾ നിർത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി കാണില്ല. പുരോഗതി കണ്ടിട്ട് നിർത്താമെന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ. അതിങ്ങനെ നീണ്ടു പോവുള്ളൂ. നിങ്ങൾ അത് ആദ്യം മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കുക. ഓക്കെ, ടെൻഷൻ അടിക്കാൻ 100 കാര്യങ്ങൾ നിങ്ങളുടെ തന്നെ തലച്ചോറ് നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കും, നിങ്ങളുടെ സബ് കോൺഷ്യസ്. കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ ചിന്തിക്കുന്നതിനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിനാണ് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അതിന് നിങ്ങൾ ശ്രമിക്കാത്തടത്തോളം നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, എക്സ്ക്യൂസസ് പലതും ഉണ്ടാവും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിന്, ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് പല എക്സ്ക്യൂസസും പല ന്യായീകരണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷെ അത് നിങ്ങളെ കൂടുതൽ ക്ഷീണിതരാക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു എനർജിയൊക്കെ പോവുക, നിങ്ങൾക്ക് വളരെയധികം ഒരു ക്ഷീണം തോന്നുക, പിന്നെ ഒന്നിനോട് ഒരു ഉത്സാഹം ഇല്ലാതാകുന്ന അവസ്ഥ. ഓക്കെ, ഒരു ലക്ഷ്യങ്ങളിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക. അപ്പോൾ അനാവശ്യമായിട്ടുള്ള അങ്ങനത്തെ എനർജിയിൽ കൂടുതലായിരിക്കും തോറും അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ബുദ്ധിമുട്ട് നിറഞ്ഞതാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ അവസാനിപ്പിക്കണം. കൂടുതൽ സമയം എന്ത് ചെയ്യാം, വിശ്രമിക്കാൻ കിട്ടുന്ന സമയങ്ങളിൽ വിശ്രമിക്കുക, റിലാക്സ് ചെയ്യുക, മനസ്സിന് സ്വസ്ഥത കൊടുക്കുക. ഓക്കെ, അങ്ങനെ മനസ്സിന് സ്വസ്ഥത കിട്ടുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങൾ മാത്രം ചെയ്യുക. മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം അനാവശ്യമായിട്ട് തലയിലേറ്റി പിന്നെ അതൊരു ഭാരമാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടേതല്ലാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ പെടാത്ത കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാതിരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് കുറേ തെറ്റിദ്ധാരണകളുണ്ട് എന്ന് കാണുന്നു. അനാവശ്യമായിട്ട് എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല, എന്നെ കൊണ്ട് അങ്ങനെ പറ്റില്ല, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒക്കെ ഒരു നെഗറ്റീവ് ടോണിലാണ് കേട്ടോ ഞാൻ പറയണത്. അങ്ങനെ കുറേ ചിന്തകളുണ്ട്. അത് മാറ്റിയെടുക്കാനുള്ള ഒരു മാസം കൂടിയാണ്. അത്തരത്തിലുള്ള ചിന്തകളുമായിട്ട് ഈ ഏപ്രിൽ മാസത്തിൽ മുന്നോട്ട് പോകാൻ പാടില്ല. ആ ചിന്തകളെ നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ റിയലൈസ് ചെയ്തിരിക്കണം. ഓക്കെ, ഈ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. അത് നിങ്ങൾ റിലീസ് ചെയ്യാത്തടത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിൽ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയങ്ങൾ നേടുന്നതിൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് അവസരങ്ങൾ വന്നാലും ആ അവസരങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ മടിക്കും. ഈ ഒരു ഇൻസെക്യൂരിറ്റിയും ഈ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉള്ളത് കാരണം. ഓക്കെ, പിന്നെ ഓരോ വ്യക്തിയെയും സാഹചര്യത്തെയും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഈ ഒരു ഏപ്രിൽ മാസത്തിൽ. നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങളൊരു കീൻ ഒബ്സർവർ ആണ്. ഓക്കെ, കാര്യങ്ങളെ നിരീക്ഷിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണ്. ഒരു സാഹചര്യത്തിൽ ചെന്നാൽ ആ സാഹചര്യത്തിന്റെ എനർജി എന്താണെന്നുള്ളത് നിങ്ങളെ ജസ്റ്റ് ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തി
അവരുടെ ശരിയായ ഇന്റൻഷൻ എന്താണെന്നുള്ളത് അവരെ ഒബ്സർവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. ആ കഴിവ് നിങ്ങളുടെ ഗുണത്തിനായിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഈ ഒരു ഏപ്രിൽ മാസം നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലായിരിക്കുമ്പോഴും ഏതൊരു വ്യക്തിയെ പരിചയപ്പെടുമ്പോഴും പുതിയൊരു സാഹചര്യം ആയിക്കോട്ടെ, പുതിയൊരു വ്യക്തി, പുതിയൊരു എനർജി അവിടെ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഇമോഷൻസിലേക്ക് പോകാതെ, ഇമോഷൻസിലേക്ക് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആകാതെ ആ വ്യക്തിയെ ഒബ്സർവ് ചെയ്യുക, സാഹചര്യത്തിനെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലതാണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങൾ പിന്നീടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പുകൾ എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നു. പിന്നെ നിങ്ങളുടെ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം നൽകാനായിട്ട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു സമാധാനവും സന്തോഷവും വേണം മനസ്സിന് പ്രധാനമായിട്ട്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെ കൂടുതൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഈ ഒരു അട്രാക്ഷൻ എങ്ങാനും നിങ്ങൾക്ക് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതൊരു നല്ല സമയം അല്ല. ഓക്കെ, അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും തോറും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ നിന്നും ഡിലേ ആകുന്നതിന് പല കാര്യങ്ങളും നിങ്ങൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിഞ്ഞു പോകും. കാരണം നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ ഈ ഒരു കാര്യത്തിലാണ്. അപ്പൊ ഇതിൽ നിന്ന് ശ്രദ്ധ പോകണമെങ്കിൽ, ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരികയും നിങ്ങൾ അതിൽ ഇന്റൻഷനലി ശ്രദ്ധിച്ച് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഡിസ്ട്രാക്റ്റഡ് ആവാതെ ആക്ഷൻസ് എടുക്കുമ്പോഴാണ് ഈ ഒരു അനാവശ്യമായ അട്രാക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ശരിക്കും ഒരു സെൽഫ് ഐസൊലേഷൻ ആണ് ഈ ഒരു മാസം ചെയ്യേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തികൾ, അവരിൽ നിന്ന് നിങ്ങളെക്കാൾ മുതിർന്ന ആളുകളായിരിക്കും. അവരിൽ നിന്ന് ചില നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ ആവശ്യപ്പെടാത്ത സഹായങ്ങൾ അല്ലെങ്കിൽ ചില അഡ്വൈസസ് ഒക്കെ അല്ലെങ്കിൽ ചില സപ്പോർട്ട് നിങ്ങളത് ഒന്നും അങ്ങോട്ട് ചോദിച്ചിട്ടാവില്ല. പക്ഷെ അവരായിട്ട് ഇങ്ങോട്ട് വന്ന് ചിലപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളോട് എനിക്ക് ഒരു സജഷൻ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന ആ കാര്യം അതൊരു അഡ്വൈസ് ആയിരിക്കും, ഒരു സജഷൻ ആയിരിക്കും, ഏതെങ്കിലും ഒരു സപ്പോർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തെ പറ്റിയായിരിക്കാം. അതിന് പ്രാധാന്യം കൊടുക്കണം, അതിന് ശ്രദ്ധ കൊടുക്കുക. അത് അഡ്വൈസ് ആണെങ്കിൽ അത് ഫോളോ ചെയ്യുക, സജഷൻ ആണെങ്കിലും അതിനൊന്ന് കൺസിഡർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അവസരമാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എന്താണോ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളോട് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. ഓക്കെ, കഴിഞ്ഞ കാലത്തെ ചില പ്രത്യേകിച്ച് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ, സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വീണ്ടും ഓർക്കാനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളെ വീണ്ടും കണ്ടുമുട്ടുന്നതിന് അവരിലൂടെ വീണ്ടും ആ കഴിഞ്ഞു പോയ സമയത്തെക്കുറിച്ച് ഓർക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, അവരിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ആ വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭമായിട്ട് ഇനിയും നിങ്ങൾ അവിടെ കണക്ട് ചെയ്ത് നിൽക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പുരോഗതി വേണം എന്നൊരൊറ്റ ഇന്റൻഷൻ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഹീലിംഗ് നടക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ സംബന്ധിച്ച് പരമാവധി പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പറയുന്നുണ്ട്. ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഏതൊരു കാര്യം ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നല്ലതാകുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും അത് നടക്കുന്നതായിട്ട് സങ്കല്പിക്കാനും ഒക്കെ പറയുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞു പോയ കാലത്ത് നിന്ന് നിങ്ങൾ എന്തായാലും മുന്നോട്ട് പോന്നിരിക്കണം. ആ ഒരു കാലവുമായിട്ട് കൃത്യമായിട്ട് ബൗണ്ടറി കീപ്പ് ചെയ്യണം. അതുമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് നിങ്ങളെ വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളുമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളൊക്കെ ആയിട്ട് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക. അവരെയൊന്നും ഒരു കാരണവശാലും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം കൊടുക്കാതിരിക്കുക. ഓക്കെ, കാരണം അവരുടെ ആ ഒരു പ്രസൻസ് നിങ്ങളെ വീണ്ടും ആ കഴിഞ്ഞു പോയ നിങ്ങൾ വേദനിച്ച് പോയിട്ടുള്ള ആ സന്ദർഭങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിനും ആ വേദനയിൽ വീണ്ടും നിങ്ങൾ ആകുന്നതിനും സാധ്യത ഉണ്ട്, അതിന് കാരണമാകും. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങളോട് പറയുന്നത് ആ ഒരു ഫെമിനിൻ എനർജിയിലായിട്ടിരിക്കുക. നിങ്ങൾ ആ ഒരു എംപ്രസ് എനർജിയിലായിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതായത് വളരെ ജീവിതത്തിനെ ആ പ്രസന്റ് മൊമെന്റിൽ തന്നെ ആയിക്കൊണ്ട് പ്രസന്റ് മൊമെന്റിൽ ഉണ്ടാകുന്ന സന്തോഷം തരുന്ന, ആനന്ദം തരുന്ന സാഹചര്യങ്ങള്, സന്ദർഭങ്ങള് അതിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആനന്ദം അനുഭവിക്കുക, സന്തോഷം അനുഭവിക്കുക. അതുപോലെ തന്നെ വരുന്ന അനുഗ്രഹങ്ങൾ, ചെറിയ ചെറിയ അനുഗ്രഹങ്ങളായാലും വലിയ വലിയ അനുഗ്രഹങ്ങളായാലും കൃത്യമായി അതിനെ മനസ്സിലാക്കി അതിനെ സ്വീകരിച്ച് ഈശ്വരനോട് നന്ദി പറയുക. പിന്നെ ആ ഒരു സ്നേഹവും കരുതലും പരിഗണനയും നിങ്ങൾക്ക് നൽകുക, നിങ്ങൾക്ക് ചുറ്റും അത് അർഹിക്കുന്നവർക്കും നൽകുക.
അങ്ങനെ ആ ഒരു ഫെമിനിൻ എനർജിയിലായിരിക്കും. ഏതൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യഥാസമയം അത് നടക്കേണ്ട സമയത്ത് നടന്നിരിക്കുമെന്ന വിശ്വാസത്തിൽ ആയിരിക്കുക. അതുമായിട്ട് എനർജറ്റിക്കലി അലൈൻഡ് ആകാനായിട്ട് ശ്രമിക്കുക, അതിന്റെ പിന്നാലെ പോകാതിരിക്കുക. ഇതൊക്കെയാണ് എംപറേഴ്സ് എനർജിയിലായിരിക്കുക എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ക്ഷമയോടെ ഇരിക്കാൻ പറയുന്നു. എന്ത് കാര്യം നടക്കുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഈ മാസത്തിൽ നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഈ മാസം തന്നെ നടക്കും. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ക്ഷമ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആ ഒരു ക്ഷമയോടെ ഇരിക്കുമ്പോഴാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളും ആ കാര്യവും തമ്മിൽ എനർജറ്റിക്കലി അലൈൻഡ് ആകാനും അത് വേഗം തന്നെ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരാനായിട്ട് സാധ്യത കാണുന്നത്. നിങ്ങൾ അതിനുവേണ്ടി ധൃതി വെക്കുമ്പോൾ, നിങ്ങൾ അതിനായിട്ട് എന്താ പറയാ കൂടുതൽ കിടന്ന് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ അയ്യോ എന്താ നടക്കാതെ എന്നൊരു ആശങ്ക, ഭയം ഒക്കെ വരുമ്പോൾ അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോ വൈബ്രേഷൻ എനർജിയിലായി പോകും. അങ്ങനെ അവിടെ ഒരു മിസ്അലൈൻമെന്റ് സംഭവിക്കും. അപ്പൊ ആ കാര്യം നടക്കുന്നതിന് കാലതാമസം നേരിടും. ഓക്കെ, അപ്പൊ ഏതൊരു കാര്യത്തിനും ക്ഷമയോടെ സമീപിക്കാൻ പറയുന്നു. ഏതൊരു കാര്യം നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഈ മാസം നടക്കേണ്ടതാണെങ്കിൽ അത് നടന്നിരിക്കും എന്ന ഒരൊറ്റ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക. ക്ഷമയോടെ ഇരിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ ഒരു ഏപ്രിൽ മാസം മികച്ചതാക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഗൈഡൻസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു മാസം ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരിക്കും. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ഈ റീഡിംഗ് നിർത്തുകയാണ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ഇതുപോലുള്ള റീഡിംഗ് കേൾക്കുന്നതിനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ തംബ്നെയിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഈ ഒരു ഏപ്രിൽ മാസം മികച്ചതാക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്. സന്തോഷം നിറഞ്ഞ ചില അവസരങ്ങൾ, ചില പരിപാടികൾ, ചില ഫംഗ്ഷൻസിനൊക്കെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളെ ക്ഷണിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിന്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ ആ സന്തോഷം തരുന്ന ആനന്ദം നിറഞ്ഞ ആ ഒരു ആഘോഷവേളകളുടെ ഭാഗമാകാൻ അവസരം കിട്ടുമ്പോൾ അത് നഷ്ടപ്പെടുത്താതിരിക്കുക, അത് പോകുക, അതിന്റെ ഭാഗമാകുക. അപ്പൊ ഉള്ള ഒരു സന്തോഷം നിറഞ്ഞൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കുമല്ലോ, അതിൽ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് യാത്രകൾക്കൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ആ യാത്രകൾ ചെയ്യാനായിട്ട് പറയുന്നു. പ്രത്യേകിച്ച് സുഹൃത്തുക്കളുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് യാത്രകൾക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളത് ഉപയോഗപ്പെടുത്തണം. ഓക്കെ, നിങ്ങൾക്കത് ഒരുപാട് നല്ലതായിരിക്കും. നിങ്ങളുടെ എനർജിയിലൊരു അപ്ഗ്രേഡ് കൊണ്ടുവരുന്നതിനും ഈ ഒരു യാത്രകളും, പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നല്ല സമയത്തും നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടായപ്പോഴും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ എന്തിലൂടെ കടന്നു പോകുന്നെന്ന് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന സപ്പോർട്ടും കെയറും നൽകി നിന്ന ആ ഒരു എന്താ പറയണ്ട സുഹൃത്ത് ബന്ധങ്ങളുണ്ടല്ലോ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ ചില ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് കേട്ടോ ഏപ്രിൽ മാസം. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണത്തിന് വിധേയമായിട്ടുള്ള മാറ്റങ്ങൾ. ഓക്കെ, നമുക്ക് സാധാരണ അങ്ങനത്തെ മാറ്റങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ കുറച്ച് ഭയമാണ്. പക്ഷെ നിങ്ങളോട് പറയുന്നത് ആ മാറ്റങ്ങളെ സ്വീകരിക്കുക. അത് വരണ പോലെ വരട്ടെ, അതിനെ നിങ്ങൾ തടുക്കാൻ ശ്രമിക്കരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. അത് നടക്കില്ല. മാത്രമല്ല നിങ്ങൾക്ക് കൂടുതൽ പിന്നെ അത് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുക ചെയ്യുക. അതേസമയം അതാ നടക്കുന്നതിന് അതുപോലെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുറത്തു കടക്കാനും നിങ്ങൾക്ക് അതിലൂടെ ഒരു നല്ലൊരു മാറ്റം കൈവരിക്കാനും സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ അതിനെ സറണ്ടർ ചെയ്യണം. പിന്നെ നിങ്ങളോട് പറയുന്നത് എല്ലാ കാര്യത്തിനെയും ഇമോഷണലി അതിനെ നോക്കി കാണാതിരിക്കാൻ പറയുന്നു. എല്ലാ കാര്യങ്ങളെയും ജീവിതത്തിൽ നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇമോഷണലി അവൈലബിൾ ആയിരിക്കണം. പക്ഷെ അതേസമയം വളരെ മെച്ചുവറായി ആ സിറ്റുവേഷനെയും ഒക്കെ കൃത്യമായി വിശകലനം ചെയ്ത് ആ ഒരു ഇമോഷണൽ സൈഡും വേണം, പക്ഷെ അതേപോലെ ലോജിക്കൽ സൈഡും ഈക്വലി ആക്റ്റീവ് ആയിരിക്കണം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ സന്ദർഭത്തിനെയും ഹാൻഡിൽ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് ജീവിതത്തിൽ ഒരു അടക്കും ചിട്ടയൊക്കെ വേണമെന്ന് പറയുന്നു. പിന്നെ എന്താ പറയുക, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുന്നതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമം കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയുന്നു. പിന്നെ നിങ്ങളോട് ഒരു മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറയേണ്ടത്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നൊരു വിശ്വാസം നിങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ആ ഒരു എനർജിക്ക് ഒരു മൊമെന്റം ഉണ്ടാവുക. ഓക്കെ, ആ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് തുടങ്ങുക. പക്ഷെ നിങ്ങൾ അതിനെ വിശ്വസിക്കാത്തടത്തോളം നിങ്ങൾക്ക് അത് നേടിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എത്രയും നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ നേരെ വിപരീതമായിട്ടാണ് കാണുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്ന്. ഞാൻ കാണുന്നത് സാധാരണ ഇപ്പോൾ ക്ലയൻസിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഒക്കെ ആണെങ്കിലും അവർക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ലോജിക്കാണ്, ഭയങ്കര ലോജിക്കലി ചിന്തിക്കുക. അത് എങ്ങനെയാവുമ്പോൾ എങ്ങനെ ശരിയാവുക, അത് അങ്ങനെയാവുമ്പോൾ ഇതെങ്ങനെ ശരിയാവുക. നമുക്ക് എന്തായാലും നമ്മുടെ ഫ്യൂച്ചർ 10 വർഷത്തിനുള്ളിൽ എന്തൊക്കെ നടക്കും എന്നുള്ളതിനെ കുറിച്ച് A to Z ഡീറ്റെയിൽസ് നമുക്കറിയില്ല. നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ. അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാളാണ് മുകളിലിരിക്കുന്നത്, നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ശക്തി. ഓക്കെ, അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയാം. അതനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ്, അതനുസരിച്ചിട്ടാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ ടൂ മച്ച് ലോജിക്കൽ കൊണ്ടുവരുന്നത് ഒരു തരത്തില് മണ്ടത്തരാണ്. ഓക്കെ, അപ്പൊ അതെപ്പോഴും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ ഭാവിയെ കുറിച്ച് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു മാസത്തിലായിക്കോട്ടെ ഇനി അങ്ങോട്ട് ജീവിതത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് സംഭവിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യതയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞ മെസ്സേജ് തന്നെയാണ് ഇവിടെ ഈ പറഞ്ഞ കാർഡ്സ്. അതായത് ടൂ മച്ച് ലോജിക്കലി ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം അത് നടക്കും എന്നൊരു വിശ്വാസവും, അത് നടക്കാൻ സാധ്യതയുണ്ട്, എന്തായാലും നടന്നിരിക്കും, അത് എനിക്ക് ആ ഒരു പോസിറ്റീവായിട്ട് ഇത്ര നല്ല രീതിയിൽ ആ ഒരു കാര്യം നടക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കാനും ഇമാജിൻ ചെയ്യാനും അങ്ങനെ അത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, ഒരു കാരണവശാലും അത് ലോജിക്കലായി ചിന്തിച്ചാൽ അല്ലെങ്കിൽ പ്രാക്ടിക്കാലിറ്റി നോക്കിയിട്ടോ ഇങ്ങനെ നടക്കാൻ പോസിബിൾ അല്ല. നത്തിങ് ഈസ് എന്താ പറയാ ഇംപോസിബിൾ. ഓക്കെ, യൂണിവേഴ്സിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിനൊന്നും അസാധ്യമായിട്ടില്ല എന്നൊരു വിശ്വാസം ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ ഒരു മിറാക്കിൾസ്, അത്ഭുതങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, പക്ഷെ നമ്മളവിടെ ടൂ മച്ച് ലോജിക്കലായിട്ട് യാഥാർത്ഥ്യത്തിൽ മാത്രം ഉറച്ചു നിന്ന് ഇതിങ്ങനെ സംഭവിക്കുള്ളൂ, അതിന് സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നിങ്ങളെ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഇന്റർഫിയറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും വിശ്വസിക്കേണ്ടത് ആ ഒരു പ്രപഞ്ച ശക്തിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്നാണ്. അതെപ്പോഴും വിശ്വസിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമൊക്കെ ഉണ്ട്, നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം പ്രത്യേകിച്ച് നിങ്ങൾ അതിനായിട്ട് അതിൽ തന്നെ നല്ലോണം ഫോക്കസ് ചെയ്യുക, അതിൽ നല്ലോണം വർക്ക് ചെയ്യുക. അതിന് നിങ്ങൾ ക്ഷമ, എല്ലാത്തിനും ഉപരിയായിട്ട് ക്ഷമ കാണിക്കുക. ഈ കാര്യം അത് നടക്കേണ്ട സമയത്ത് നടക്കും എന്ന ആ ഒരു ഇത് വെച്ചിട്ട് ഒരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യാതെ ആ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ ഒരു പ്രതീക്ഷയോടെ ഇരിക്കുക. ഓക്കെ, അത് ഈശ്വരൻ കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ എന്റെയിലേക്ക് അത് എത്തിച്ചിരിക്കും എന്നൊരു വിശ്വാസത്തോടെ ഇരിക്കാനായിട്ട് പറയുന്നു. പിന്നെ നല്ല നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ അതിൽ വളരെയധികം സന്തോഷിക്കാൻ പറയുന്നുണ്ട്. ആ നല്ല വാർത്ത കേൾക്കുമ്പോൾ ആ നല്ല വാർത്തയിലായിരിക്കുക. ഓക്കെ, അതിനപ്പുറത്തേക്ക് പിന്നെ അടുത്ത ടെൻഷൻ അടിക്കുന്ന കാര്യം കണ്ടെത്താനായിട്ട് ശ്രമിക്കാൻ പാടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ചിലപ്പോൾ ചില ഇവന്റുകളിലേക്കൊക്കെ നിങ്ങളെ ക്ഷണിക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട ചില വലിയ വലിയ ഇവന്റിന്റെ ഒക്കെ ഒരു ഭാഗമാകാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം എന്നും കൂടെ യൂണിവേഴ്സ് പറയുന്നു. പിന്നെ അത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ കൂടുതൽ ആളുകളുമായിട്ട് പരിചയപ്പെടാനൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ഒരു നെറ്റ്വർക്ക് ബിൽഡിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ആളുകൾക്കുമായിട്ടൊരു പരിചയപ്പെടുന്ന വ്യക്തികൾക്കുമായിട്ട് ഒരു ഹെൽത്തി കണക്ഷൻ കീപ്പ് ചെയ്യാനായിട്ട് പറയുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളെ ലോകത്തിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് അത് ഗുണകരമായിരിക്കും ഈ ഒരു ഏപ്രിൽ മാസത്തിൽ. അപ്പൊ നിങ്ങളോട് അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കാൻ പറയുന്നു. നിങ്ങൾ വളരെ നിങ്ങൾ ആസ് എ പേഴ്സൺ പെർഫെക്റ്റ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ വ്യക്തിയുടെ രീതി ആയിക്കോട്ടെ, അത് നിങ്ങളുടേതായ രീതിയിൽ അത് പെർഫെക്റ്റ് ആണ്. അത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല, എല്ലാവരും ഒരുപോലെ അല്ല. ഓക്കെ, പിന്നെ ഞാൻ പ്രത്യേകിച്ച് കേൾക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകളുടെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെയാണെന്ന് വിശ്വസിക്കരുത്, അത് മണ്ടത്തരാണ്. അവരവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന അവരുടെ വേർഷനെയാണ്. ഓക്കെ, അവരുടെ ശരിയായ വേർഷനല്ല, ശരിയായ അവരുടെ ലൈഫിനെയല്ല കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് അത് വെച്ച് ആ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകളെയും വെച്ച് നിങ്ങളുടെ ജീവിതത്തെ കമ്പയർ ചെയ്യുക, നിങ്ങളെ കമ്പയർ ചെയ്യുക, എന്നിട്ട് അനാവശ്യമായിട്ടൊരു ഇൻസെക്യൂരിറ്റി, ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവിക്കാൻ ഇടവരിക, ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ചാലഞ്ച് വരുമ്പോഴേക്കും ആകെ തകർന്നു പോകുന്ന ഒരു മെന്റാലിറ്റിയാണ്. അയ്യോ ഇനി ഞാൻ എങ്ങനെ ഇന്ന് പുറത്തു കിടക്കും, എന്നാൽ എനിക്കിത് സംഭവിച്ചല്ലോ, ആ ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ ആയിരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങളോട് ഒരു ഫുൾ എനർജിയിലായിരിക്കാനാണ് പറയുന്നത്. അതായത് യൂണിവേഴ്സിനെ അത്രയും വിശ്വസിച്ചുകൊണ്ട് ഇതൊരു ചാലഞ്ച്, അതൊരു ചെറിയ ചാലഞ്ച് ആണെങ്കിൽ പോലും ഇതെനിക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ, ഇത് എനിക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് യൂണിവേഴ്സ് ഇതെന്റെ ജീവിതത്തിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. അതിലൂടെ എന്റെ ശരിയായ ശക്തി, എന്റെ ശരിയായ കഴിവുകളെ എന്നെ തിരിച്ചറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സന്ദർഭത്തിനെ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ടും പറയുന്നു.
ഓക്കെ, അപ്പൊ വലിയ വലിയ ചാലഞ്ചസ് എന്നല്ല പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് വരുമ്പോൾ അതിൽ നിന്ന് ഓടി ഒളിക്കാൻ അല്ലെങ്കിൽ അതിനെ തടയാനൊക്കെ ആയിട്ടൊരു ടെൻഡൻസി ഉണ്ടാവും. അതിന് പകരം അത് അനുവദിക്കുക, നടക്കുന്നതിന് വേണ്ടി അനുവദിക്കുക എന്നുള്ളത് അവിടെ ഒരു ധൈര്യം വേണം. ഓക്കെ, അത് നടന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാവും. ആ പേടി പാടില്ല എന്ന് പറയണോ. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്കത് കോൺഷ്യസ്ലി ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, പക്ഷെ സബ് കോൺഷ്യസ്ലി നിങ്ങൾ അതിന് റെഡിയാണ്, എനർജറ്റിക്കലി നിങ്ങൾ അതിന് റെഡിയാണ്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി, ഒരുപാട് ചാലഞ്ചസിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കഴിവ്, എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതാണ്. അങ്ങനത്തെ ഉള്ള ഒരാൾക്ക് പോകെ ഇനി ഭാവിയിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായി ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഭാവിയിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിൽ നിന്നെല്ലാം എനിക്ക് വിജയകരമായിട്ട് പുറത്തു കടക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് ഈ ഏപ്രിൽ മാസത്തിൽ. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായിട്ട് ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്